ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ. കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ സ്റ്റീപ്പ് റോക്കിൽ സ്പെൻഡ് ചെയ്ത ഒരു ഡേ ആണ് ഞാൻ കാണിച്ചിരുന്നത്. അതിന്റെ പാർട്ട് 2 ആയ ഈ വീഡിയോയിൽ സ്റ്റീപ്പ് റോക്കിലെ ഒരു അടിപൊളി ഈവനിങ്ങും ബ്യൂട്ടിഫുൾ സൺസെറ്റുമാണ് നമ്മൾ കാണാൻ പോകുന്നത്. പിന്നെ വീഡിയോയുടെ ലാസ്റ്റ് ഒരു ചെറിയ സർപ്രൈസ് കൂടെ ഉണ്ട്. നേരം കുറച്ച് വൈകിയതുകൊണ്ടും പിന്നെ കുട്ടികളൊക്കെ ഉറക്കായതുകൊണ്ടും ശ്രീജിത്തേട്ടനുണ്ട് ആദർശേട്ടൻ ഫാമിലി വീട്ടിലേക്ക് തിരിച്ചു. പിന്നെ ഞാനും ദിവ്യ ചേച്ചിയും കെവിൻ ചേട്ടനും സജിൻ ചേട്ടനും കൂടെ സൺസെറ്റ് കാണാനായിട്ട് നടന്നു. സ്ഥലം എത്തി കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ബിക്കോസ് നമ്മൾ രാവിലെ വന്ന് കണ്ടതുപോലെയല്ല, ഒട്ടും തിരക്കില്ലായിരുന്നു. പിന്നെ സൺസെറ്റും നല്ല അടിപൊളി വ്യൂവും. അവർ 3 പേരും ഫോട്ടോ എടുക്കാനായിട്ടൊരു കേവ് തപ്പി ആദ്യമേ നടന്നു. ഈ ഫ്രെയിമിൽ കാണുന്ന ഇത്രയും പേരും ഞങ്ങളും മാത്രം അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സ്ഥലത്തിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഒത്തിരി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ വീഡിയോയിൽ നമുക്കത് നോക്കാം. സെൻട്രൽ മാനിറ്റോബയിലുള്ള ഒരു ബ്യൂട്ടിഫുൾ കമ്മ്യൂണിറ്റിയാണ് സ്റ്റീപ്പ് റോക്ക്. വിന്നിപെഗിൽ നിന്ന് 2.5 hours ഡ്രൈവും ഞാൻ നിൽക്കുന്ന പ്ലേസിൽ നിന്ന് 3.5 hours ഡ്രൈവുമാണ് ഇവിടേക്കുള്ളത്. ഇവിടെ ക്യാമ്പിങ്ങും കനോയിങ് പോലുള്ള ആക്ടിവിറ്റീസും പിന്നെ ക്ലിഫ്സും ബീച്ചും ഒക്കെയാണ് മെയിൻ. കഴിഞ്ഞ വീഡിയോയിലിട്ട ബീച്ച് പാർക്കും ക്യാമ്പിംഗ് ഗ്രൗണ്ടും എല്ലാം ഈ ക്ലിഫ്സിൽ നിന്ന് ഒരു 5 to 7 minutes ഡ്രൈവേ ഉള്ളൂ. പിന്നെ നമ്മളതാ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഒത്തിരി തിരക്കൊന്നും ഇല്ലാതിരുന്നുകൊണ്ടും ലൈറ്റിംഗ് ഒക്കെ അടിപൊളിയായിരുന്നുകൊണ്ടും കുറച്ച് നല്ല ഫോട്ടോസൊക്കെ കിട്ടി. ഈ ക്ലിഫ്സിൻ്റെ ഒക്കെ വീഡിയോസ് എന്തോരം എടുത്തിട്ട് മതിയാവുന്നുണ്ടായിരുന്നില്ല. ബിക്കോസ് അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു ഇത് നേരിട്ട് കാണാൻ. പിന്നെ നിങ്ങൾക്ക് നേച്ചർ വാക്സ് ഒക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള കുറേ സ്പോട്ട്സും ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മള് വന്ന എന്തായാലും നന്നായി എന്ന് തോന്നുന്നു. അല്ലേ? വെള്ളത്തിന് കാര്യമായിട്ട് തണുപ്പും ആഴം ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ബീച്ചിൽ ഇറങ്ങുന്നതിനേക്കാളും അടിപൊളിയായിരുന്നു ഇവിടെ ഇറങ്ങാനായിട്ട്. വെള്ളത്തിലൂടെ കുറച്ച് നടന്നപ്പോൾ ഇതുപോലെ ഫോട്ടോ എടുക്കാനായിട്ട് നല്ല അടിപൊളി ലൊക്കേഷൻ ഒരെണ്ണം കിട്ടി. നൈസ് സ്പോട്ട്, അടിപൊളി സ്ഥലം, സ്വാഭാവികം. നമ്മള് സൺസെറ്റിന്റെ സമയത്ത് കാണാൻ നല്ല ഭംഗി. ഞാൻ ഫുള്ള് നിങ്ങൾക്ക് അതാണോ വേണ്ടത്? വെള്ളം കയറുമെന്നും പറഞ്ഞ ബീച്ചിൽ ഇറങ്ങാതെ നിന്ന് ഞാൻ വെറുതെ നിന്ന് ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. അടിപൊളി, ഒന്നും പറയണ്ട. ചേട്ടൻ സജിനെ പൊട്ടനെ സൺസ്ക്രീനൊക്കെ വെച്ചാൽ നന്നായി. ഇത് ശരിക്കും നല്ല സ്ഥലം. സജിൻ പഞ്ചാബികള് വിളിക്കണത് അങ്ങനെയാ. ഒരു കിണ്ടല അതിന്റെ പശു ഇപ്പൊ ഞാൻ ഒളിച്ചിരിക്കണ ഫോട്ടോ വേണമെന്നും പറഞ്ഞോണ്ടിരിക്കും. അടിപൊളി സൺസെറ്റും പിന്നെ ഭയങ്കര അടിപൊളി സ്ഥലവും. അപ്പോൾ ഇത് സ്റ്റീപ്പ് റോക്ക് എന്നാണ് സ്ഥലത്തിന്റെ പേര്. മാനിറ്റോബയാണ് പ്രോവിൻസ്. മാനിറ്റോബയിൽ ഞാൻ മാനിറ്റോബയിൽ ഇത്രയും നാളെ വന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലേസ് സ്റ്റീപ്പ് റോക്കാണ്. നല്ല അടിപൊളി ബീച്ച് വൈബുണ്ട്. പ്ലസ് ഇതുപോലെ കുറേ ക്ലിഫ്സ് ഉണ്ട്. നമുക്ക് അതിൻ്റെ മുകളിൽ കയറി നിൽക്കാവുന്നതാണ്. ഒത്തിരി ക്ലിഫ്സ് ഉണ്ട്. അത് ജസ്റ്റ് 1 ക്ലിഫാണ്. ഇതുപോലെ ഒത്തിരി ക്ലിഫ്സ് ഉണ്ട് അവിടെ എല്ലായിടത്തും നമുക്ക് കയറാം, ഫോട്ടോസൊക്കെ എടുക്കാം. പിന്നെ നല്ല വേവ്സും ഉണ്ട്, നല്ല ഭയങ്കര വലിയ വേവ്സ് ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഗോൾഡൻ അവർ ആയിരിക്കും ഏറ്റവും ബ്യൂട്ടിഫുൾ. അപ്പോൾ മാനിറ്റോബയിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എല്ലാവരും വരിക, അടിപൊളി. പിന്നെ ഇവിടെ ഫുഡും റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ടോയെന്ന് കുറച്ച് പേരെങ്കിൽ മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു. ഇപ്പം ഞാൻ നിൽക്കുന്ന ക്ലിഫ്സിൻ്റെ ഏരിയയിലൊന്നുമില്ല. പക്ഷെ ലാസ്റ്റ് വീഡിയോയിലുണ്ടായിരുന്ന ബീച്ച് പാർക്കിൽ നമ്മൾ ഐസ്ക്രീം കഴിക്കാനായിട്ട് പോയ റെസ്റ്റോറൻറ്റിൽ ഒത്തിരി വെറൈറ്റീസ് ഓഫ് ബർഗേഴ്സും പിന്നെ ഫ്രഞ്ച് ഫ്രൈസും ഒനിയൻ റിങ്സും പോലെ കുറേ സൈഡ്സും ചിക്കൻ നഗറ്റ്സും അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു. ബീച്ച് പാർക്കിൽ നമുക്ക് ബാർബിക്യൂ ഒക്കെ ചെയ്യാനുള്ള പ്ലേസസ് ഉണ്ട്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിക്കാനും പറ്റും.
ഇവിടെ ഇങ്ങനെ ഈ ക്ലിഫ്സിൻ്റെ ഒക്കെ മുകളിൽ വന്നിരിക്കാനായിട്ട് ഭയങ്കര അടിപൊളിയാണ്. അടുത്ത വ്യൂ നമ്മുടെ ജാക്കിൻ്റെയും റോസിൻ്റെയും ആണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഈ സൺസെറ്റും കണ്ടിരിക്കുമ്പോൾ സമയം പോകുന്നത് നമ്മൾ അറിയേയില്ല. ഒന്ന് ആലോചിച്ചാൽ ഇവിടെ അടുത്ത് വല്ലതും വീടും വാങ്ങി എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം ഇതുപോലെ സൺറൈസും സൺസെറ്റൊക്കെ കണ്ട് ഇവിടെ വന്ന് ഇതുപോലെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈഫ് എന്ത് പീസ്ഫുൾ ആയിരിക്കും എന്ന് ആലോചിക്കുമായിരുന്നു ഞങ്ങൾ. സൈൻ ചേട്ടൻ ഡ്രോണുമായിട്ടാണ് വന്നത്. അതുകൊണ്ട് ക്ലിഫ്സിൻ്റെ ഡ്രോൺ ഷോട്ട് എടുക്കുന്ന തിരക്കിലായിരുന്നു ചേട്ടൻ. ഇപ്പുറത്തെ ഒരു ഫാമിലി സ്വിമ്മിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പുറത്ത് ഭാര്യയും ഭർത്താവും ഫോട്ടോഷൂട്ടിൻ്റെ തിരക്കിലായിരുന്നു. ടൈം ലാപ്സ് വീഡിയോ ആണെന്ന് വിചാരിച്ച് സ്ലോമോ ഓൺ ആക്കിയിട്ടാണ് ഞാൻ നടക്കുന്നത്. ഫോട്ടോജനിക് അല്ലേടി? ജനിച്ചപ്പോഴേ കൊറേ ദിവസം കൂടിയിട്ട് നല്ല ഫോട്ടോ എടി. അങ്ങനെ ഒരു സെൽഫി എടുക്കടി, വീഡിയോ എടുത്തത് മതി. എന്തോ ഒരു ഫോട്ടോ എടുത്തിട്ട് മതിയാവുന്നില്ല. ബിക്കോസ് അത്രയും ബ്യൂട്ടിഫുൾ ആണ് ഇവിടെ. ഞങ്ങൾ ഏകദേശം ഒരു അരമണിക്കൂറോളം ഇവിടെ ഇരുന്ന് ഫോട്ടോസ് മാത്രം എടുത്തു. ഇനിയിപ്പോ നമ്മള് 9 മണി ഓക്കെ എന്നാ 1-1:30. പക്ഷെ ഇവിടെ നമ്മൾ ഇത്രയും മണിക്കൂറുകൾ ഇരുന്നു. ഇങ്ങോട്ട് വന്നില്ലായിരുന്നു. സോ എല്ലാരും മാനിറ്റോബയിലുള്ള ആൾക്കാരെല്ലാരും പറ്റുവാണെന്നുണ്ടെങ്കിൽ
സ്റ്റീപ്പ് റോക്കിൽ വരിക. അതിൽ സൺസെറ്റിന്റെ ടൈമിൽ വരാം. ബെസ്റ്റ് സ്പോട്ടാണ് മാനിറ്റോബയില്. സോ അടുത്ത വീഡിയോയിൽ കാണാം. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം സമയം രാത്രി 12:30 കഴിഞ്ഞു. അപ്പോൾ ഓൺ ദ വേ തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ എന്തിനാ വണ്ടി നിർത്തിയേ? നല്ല വെള്ളം നോർത്തേൺ ലൈറ്റ്സ് അറോറ കിട്ടി ഗൈസ്. അറോറ നമ്മുടെ സ്റ്റീപ്പ് റോക്കിലേക്കുള്ള ഈ ട്രിപ്പ് ഭയങ്കര അടിപൊളിയായിരുന്നു. അതിൻ്റെ കൂടെ നമുക്ക് നോർത്തേൺ ലൈറ്റ്സോടെ കിട്ടി. അപ്പോൾ എല്ലാവരും ഡബിൾ ഹാപ്പി. അങ്ങനെ ഇവിടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്ത് പോരുന്ന വഴി ഒരു ചായയൊക്കെ കുടിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും രാവിലെ 2 മണിയായി. എനിവേസ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.